ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാ നാട്ടുകാർക്കുള്ള മാതിരി വലിയ അഭിമാനമാണ്. എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് സത്യത്തിൻ്റെ തുറമുഖം എന്നാണ്. അങ്ങനെ ഉണ്ടൊരു കഥ. അറേബ്യയിലെ ഒരു സുൽത്താൻ പണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കച്ചവടത്തിനും യാത്രയ്ക്കൊക്കെ ആയിട്ട് മലബാർ തീരത്തേക്ക് വരുന്ന, മലബാർ എന്ന് പറഞ്ഞാൽ പണ്ട് കേരളത്തിൻ്റെ അങ്ങനെ പറയാം, ആ ആളുകളുടെ കയ്യിൽ ഒലീവ് ഉപ്പിലിട്ടത് കൊടുത്തയച്ചു. അപ്പോൾ കോഴിക്കോട്ട്, കൊച്ചിയിൽ, തിരുവിതാംകൂറിൽ ഒക്കെ രാജാക്കന്മാർക്ക് ഈ ഒലീവ് ഉപ്പിലിട്ടത് കൊടുത്തു. അപ്പോൾ അവർ തെക്കോട്ട് പോവുകയാണ്, ശ്രീലങ്കയിലേക്ക്, സിലോണിലേക്ക് പോവുകയാണ്. മടക്കത്തിന് ഈ ഉപ്പിലിട്ടത് ഈ ഭരണി മടക്കി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ അവർ വാങ്ങി. അറേബ്യയിൽ കൊണ്ടുപോയി ഇത് തുറന്നു നോക്കി. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ ഇതിനകത്ത് മുഴുവൻ സ്വർണ്ണമായിരുന്നു. ഏറ്റവും മുകളിലാണ് ഒലീവ് ഉപ്പിലിട്ടതുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ, മടക്കി കിട്ടിയപ്പോൾ ഈ കോഴിക്കോട്ട് കൊടുത്ത ഭരണി മാത്രമേ പൊളിക്കാതെ ഉള്ളൂ. മറ്റതൊക്കെ പൊളിച്ചതിലൊക്കെ ഒലീവ് ഉപ്പിലിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോടുമായിട്ട് മതി കച്ചവടം, കാരണം അവിടെ ഉള്ളത് സത്യവാന്മാരാണ് എന്ന് അറബികൾ തീരുമാനിച്ചു എന്നൊരു കഥ. അതുകൊണ്ട് സത്യത്തിൻ്റെ തുറമുഖം എന്നാണ് ഞങ്ങളെപ്പറ്റി ആളുകൾ പറയാറ് എന്ന് ഞങ്ങൾ അഭിമാനിക്കും. ഇപ്പോൾ പ്രസിദ്ധ ചരിത്രകാരൻ MGS നാരായണൻ ഈയിടെ പ്രസിദ്ധീകരിച്ച ഒരു കോഴിക്കോടിൻ്റെ ചരിത്ര പുസ്തകത്തിൻ്റെ പേര് കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന. അപ്പോൾ സാമൂരിപ്പാടിൻ്റെ ചരിത്രം, ബ്രിട്ടീഷുകാരുടെ ചരിത്രം, വാസ്കോഡിഗാമ വന്നതിൻ്റെ ചരിത്രം, ടിപ്പു വന്നതിൻ്റെ ചരിത്രം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, മുഹമ്മദ് അബ്ദുറഹിമാൻ, മാതൃഭൂമി, KP കേശവമേനോൻ, പിന്നെ എഴുത്തുകാർ ഇവിടെ ബഷീർ, MT വാസുദേവൻ നായർ, കുട്ടികൃഷ്ണമാരാർ, സഞ്ജയൻ, ഇങ്ങനെ ഒരുപടി കഥകൾ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടിനെ പറ്റിയുള്ള വലിയ അഭിമാനം എന്താണെന്ന് വിചാരിച്ചാൽ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ താമസാക്കുക. ഇവിടെ വന്ന് ആരും തിരിച്ചു പോകാറില്ല. ഞങ്ങളങ്ങനെ കഥ പറയും. കോഴിക്കോട് വന്നിട്ട് തിരിച്ചു പോയത് ബാലാമണിയമ്മയും സുകുമാർ അഴീക്കോട് മാഷും മാത്രമാണ്. ബാക്കി എല്ലാവരും ഇവിടെ കൂടി. ഇപ്പോൾ കേശവമേനോൻ ഈ നാട്ടുകാരനല്ല, മുഹമ്മദ് അബ്ദുറഹിമാൻ ഈ നാട്ടുകാരനല്ല, സഞ്ജയൻ ഈ നാട്ടുകാരനല്ല. ഇപ്പോൾ കോഴിക്കോടൻ എന്ന പേരിൽ എഴുതിയിരുന്ന അപ്പുക്കുട്ടൻ നായർ പോലും പാലക്കാട്ടുകാരനാണ്. അദ്ദേഹം കോഴിക്കോട്ട് വന്ന് കൂടിയ ആളാണ്. തിക്കോടിയൻ എന്ന് പേര് പറയെങ്കിലും അദ്ദേഹം താമസം കോഴിക്കോട്ടാണ്. അങ്ങനെ കോഴിക്കോട് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു നഗരമാണ്. അതിൻ്റെ പഴയ തുറമുഖത്തിൻ്റെ പ്രൗഢി, സാമൂരിപ്പാടിൻ്റെ കച്ചവടം, പണ്ടേ യവനന്മാർ വരുന്നു, ചൈനക്കാർ വരുന്നു, പിന്നീട് പറങ്കികൾ വരുന്നു, ലണ്ടക്കാർ വരുന്നു, ബ്രിട്ടീഷുകാർ വരുന്നു, എന്നും അറബികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അറബിയുടെയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രാചീനമാണ്. അത് മുഹമ്മദ് നബി ജനിച്ചത് 6-ാം നൂറ്റാണ്ടിലാണ്, ഇസ്ലാം മതം വളരുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. ഇതിൻ്റെയൊക്കെ മുമ്പ് തന്നെ അറബികൾ ഇവിടെ ഉണ്ട്. മലബാർ എന്ന പേര് തന്നെയും അറബികളിട്ടതാണ് എന്നാണ് ചരിത്രം. മലങ്കര എന്ന അർത്ഥത്തിലാണ് മലബാർ എന്ന് പറയുന്നത്. അത് അറബികളുടെ വാക്കാ. മല എന്നുള്ള നമ്മുടെ മലയാളത്തിൽ നിന്നും, ബാർ എന്ന് പറഞ്ഞാൽ അറബിയിൽ ബർ, കര, നാട് എന്നർത്ഥമില്ല. ഇങ്ങനെ മലബാർ എന്ന വാക്ക് അറബികൾ ഉണ്ടാക്കിയതാണ് എന്ന് മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരൻ വില്യം ലോഗൻ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, കോഴിക്കോട്ടുകാർ എന്ന് പറയുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ പല കഥകളും പല ചരിത്രവും നല്ലതും ചീത്തയുമായ അനവധി കാര്യങ്ങൾ, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ കലാരൂപങ്ങൾ, അങ്ങനെ പല ഓർമ്മകളുമാണ്. അപ്പം ഞാൻ ജനിച്ചത് കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ ഭാഗത്ത്, മുക്കം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആൾക്കറിയാം. മുക്കത്തിനടുത്താണ് കാരശ്ശേരി എന്നുള്ള പ്രദേശം. അത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. കോഴിക്കോട് നഗരത്തിന് കൃത്യമായിട്ട് പറഞ്ഞാൽ 32 കിലോമീറ്റർ കിഴക്കോട്ടാണ്. അതൊരു മലമ്പ്രദേശമാണ്. ഞങ്ങൾ പൊതുവെ മലയോര പ്രദേശം എന്ന് പറയും. അവിടെ ധാരാളം തിരുവിതാംകൂറുകാരുണ്ട്. കുടിയേറ്റ പ്രദേശങ്ങളിലൊന്നാണ് മുക്കം. അപ്പോൾ 1929 കാലത്താണ് കുടിയേറ്റം ആരംഭിക്കുന്നത്. കുറ്റ്യാടി, വയനാട്, പേരാവൂര്, ഇങ്ങനെ പലയിടത്തേക്കായിട്ട് തിരുവിതാംകൂറിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടിയേറ്റം, മലബാർ കുടിയേറ്റം. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത്, അവിടെ വളരെ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ എൻ്റെ കണ്ണ് തുറക്കുമ്പം തന്നെ
ഇപ്പം ഞാൻ ജനിച്ചത് 1951 കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ 2-ാം തീയതി എന്നാണ് സർട്ടിഫിക്കറ്റ് കാണുന്നത്. ജൂലൈ 2-ാം തീയതി ആണോ വേറെ ദിവസമാണെന്ന് അറിവിടെ. കാരണം അന്നൊന്നും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ, പ്രത്യേകിച്ച് മുസ്ലിം പാരമ്പര്യത്തിൽ അങ്ങനെ ഇതൊന്നും എഴുതി വെക്കുന്ന പണിയൊന്നുമില്ല. കാരണം പലർക്കും അക്ഷരാഭ്യാസമല്ല, പിന്നെ അധികം പഠിച്ചിട്ടില്ല, ഇതൊക്കെ എഴുതി വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ അവിടുത്തെ മാഷ് എഴുതുന്ന തീയതിയാണ് നമ്മുടെ ജന്മത്തീയതി, വേറെ ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ജൂലൈ 2 എന്നുള്ള ജന്മത്തീയതിയെ പറ്റി എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ, വ്യക്തിപരമായി വളരെ ബന്ധമുണ്ടായിരുന്ന OV വിജയൻ്റെയും ജന്മത്തീയതി അന്നാണ്. അതുകൊണ്ട് ജൂലൈ 2 ഓർക്കാൻ ഞാൻ എൻ്റെ ജന്മത്തീയതി എന്ന കണക്കിലല്ല അത് ഓർക്കുന്നത് വിജയൻ്റെ ജന്മത്തീയതി എന്ന കണക്കിലാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പൊതു സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറയും തൻ്റെ ജന്മത്തീയതി ഓർക്കാൻ സുഖമാണ്, കാരണം വിജയൻ്റെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് നോക്കുമ്പോൾ ഭാഷ കൊണ്ട് വ്യത്യാസമുള്ള, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യാസമുള്ള ചില ആളുകൾ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. കാരണം ഇപ്പോൾ അവിടെ കാരശ്ശേരി എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ 1-2 നമ്പൂതിരി ഗൃഹങ്ങളുണ്ട്, അവരാണ് ഞങ്ങളുടെ ജന്മിമാർ. പിന്നെ വളരെ അപൂർവമായിട്ട് ചില നായർ വീടുകളുണ്ട്. പിന്നെ കുറച്ചധികം തീയന്മാർ എന്നാണ് ഞങ്ങൾ പറയാ, ഈഴവന്മാരുടെ വീടുകളുണ്ട്. പിന്നെ ഉള്ളത് മുസ്ലിങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പൊലയന്മാരും കണക്കന്മാരും കള്ളാടിമാരും ചെറുമക്കളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ അയിത്തജാതിക്കാർ എന്ന് വിളിക്കുന്ന ഈ കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടർ. കീഴ്ജാതി എന്ന് നമ്മൾ പറയാൻ പാടില്ല, കാരണം കീഴ്ജാതി എന്ന് നമ്മൾ പറഞ്ഞാൽ കുറച്ച് ആളുകൾ മേൽജാതിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നവരും. ഞാൻ എപ്പോഴും പറയാറുള്ളത് മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടർ എന്നും കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ടവരെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കൃഷി കൊണ്ടൊക്കെ പുലരുന്ന, ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ റോഡില്ല, കറണ്ടില്ല, ഫോണില്ല, ബസ്സില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ 74 ഞാൻ MA പാസ്സായി. പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ബസ് വരുന്നത്. ആലോചിച്ച് നോക്കൂ, അത്ര ഉൾപ്രദേശമാണ്. അവിടെ കറണ്ട് വരുന്നത് 79 അവിടെ ഫോൺ വരുന്നത് 78 അപ്പോൾ ഫോണൊക്കെ അപൂർവമായിട്ടുള്ളൊരു സാധനം. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സിനിമയിലൊക്കെ കണ്ടതാണ് ഫോൺ. അപ്പോൾ ഞാൻ കുടിയേറ്റത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ചില അധ്യാപകരുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫിലിപ്പ് സാറ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളാണ്. ശിവദാസൻ മാഷ് അദ്ദേഹം മലയാളം പഠിപ്പിച്ച ആളാണ്. അപ്പോൾ ഫിലിപ്പ് സാറ് കങ്കഴക്കാരനാണ്, ശിവദാസൻ മാഷ് നെട്ടയത്തുകാരനാണ്. നെട്ടയം ശിവദാസ് എന്ന പേരിൽ അദ്ദേഹം ചിലതൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അവരൊക്കെ ഉച്ചരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അവർക്കൊന്നും ഓൻ എന്നവർ പറയില്ല, അവർ അവൻ എന്നാണ് പറയുക. അപ്പോൾ നീ എന്ന് പറയില്ല, അവർ താൻ എന്നാണ് പറയുക. ഇങ്ങനെ വാക്കുകളിൽ, പ്രയോഗങ്ങളിൽ, ഉച്ചാരണത്തിൽ എല്ലാത്തിലും വ്യത്യാസമുള്ള, ശരീരഭാഷയിൽ പോലും ചില വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ അന്ന് പഠിപ്പിക്കുമ്പോൾ കൊട്ടാരക്കര ആ ഭാഗത്തുള്ള ആളുകളാണ്. ഭാസ്കരൻ ഉണ്ണിത്താൻ എന്നൊരു സാറ് ഞങ്ങൾക്കുണ്ടായിരുന്നു, രാമേന്ദ്രൻ എന്നൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ LP UP പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരായ മാഷന്മാരുടെ കൂട്ടത്തിൽ വളരെ വ്യത്യാസമായി കാര്യങ്ങൾ കാണുകയും വളരെ വ്യത്യാസമായിട്ട് ഭാഷ ഉച്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അവരൊക്കെ ഇപ്പം ഫിലിപ്പ് സാറാണെങ്കിൽ വലിയ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം വളരെ സുന്ദരനാണ്, നന്നായിട്ട് പാടും, നല്ല പ്രസംഗമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടാണ് പ്രസംഗത്തിൽ എനിക്കൊരു കമ്പം വന്നത്. അപ്പോൾ അദ്ദേഹം ഗാന്ധിയെ പറ്റി വലിയ ബഹുമാനമുള്ള ആളാണ്, നെഹ്റുവിനെ പറ്റി വലിയ ബഹുമാനമാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ അദ്ദേഹം ചെറിയ കുട്ടികളാകുമ്പോൾ, അപ്പോൾ ആഗസ്റ്റ് 15 അല്ലെങ്കിൽ ജനുവരി 26 അല്ലെങ്കിൽ ഒക്ടോബർ 2 ജനുവരി 30 ഈ തീയതികളിലൊക്കെ അദ്ദേഹം ക്ലാസ്സിൽ ഗാന്ധിയെ പറ്റി സംസാരിക്കും, നെഹ്റുവിനെ പറ്റി. അപ്പോൾ നമുക്ക് വികാരം കൊള്ളേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ദേശീയത, നമ്മുടെ ഭാഷ, നമ്മുടെ ജാതി, നമ്മുടെ മതം, നമ്മുടെ പ്രദേശം. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് നമുക്ക് ഇന്ത്യ എന്നൊരു വികാരം, നമ്മുടെ രാഷ്ട്രം എന്നൊരു വിചാരം, ആ തരത്തിലൊരു വിവേകം നമുക്കുണ്ടാവണം എന്ന് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഒരു അടിത്തറയിട്ടത് ഫിലിപ്പ് മാഷ. അദ്ദേഹം അനവധി കൊല്ലം അവിടെ പഠിപ്പിച്ചിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
വളരെക്കാലം അദ്ദേഹം ഞങ്ങളുടെ UP സ്കൂളിലെ ഹെഡ് മാഷായിരുന്നു. ആ UP സ്കൂളിൻ്റെ പേര് അന്നൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇസ്സത്തുൽ ഇസ്ലാം AUP സ്കൂൾ എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥാപകനായ NC കോയക്കുട്ടി ഹാജിയുടെ പേര് ആ സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NC കോയക്കുട്ടി ഹാജി സ്മാരക UP സ്കൂളാണത്. NC കോയക്കുട്ടി ഹാജി എന്ന് പറയുന്നത് എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ സ്ഥാപിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥകളിലേക്ക് വരാം. അപ്പോൾ ഈ കുടിയേറ്റം എന്നുള്ളത് ഏറ്റവും കുട്ടിക്കാലത്ത് ഞങ്ങൾ കാണുന്ന ഒന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ശിവദാസൻ മാഷ് അദ്ദേഹം RSP കാരനാണ്. അദ്ദേഹം N ശ്രീകണ്ഠൻ നായരെ പറ്റി ശ്രീകണ്ഠൻ ചേട്ടൻ എന്ന് പറയും, കൗമുദി ബാലകൃഷ്ണനെ പറ്റി ബാലൻ എന്ന് പറയും. അപ്പോൾ അത്ര അവരുമായിട്ട് പരിചയം അടുപ്പമുള്ള ഒരാളാണ്, അവരുടെ വീർ ഉള്ള ഒരാളാണ്, സോഷ്യലിസം എന്നുള്ള ഒരു ആദർശം ഉള്ള ആളാണ്. എന്തിനേയും ചോദ്യം ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങളുടെ നാട്ടിൽ വരുത്തിയത് ഈ ശിവദാസൻ മാഷ. അദ്ദേഹം ആരെയും വകവെക്കാത്ത ഒരാളാണ്. നല്ലോണം കള്ളു കുടിച്ച് സ്കൂളിൽ വരില്ല. സ്കൂൾ വിട്ടാൽ അദ്ദേഹം കൃത്യമായിട്ട് ക്ലാസ്സിൽ വരും. ക്ലാസ് കഴിഞ്ഞ് പോയാൽ അദ്ദേഹം അന്ന് വളരെ വൈകി അദ്ദേഹം കല്യാണം കഴിച്ചൊന്നും കല്യാണം കഴിച്ചില്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കള്ളു കുടിക്കും, ഇടയ്ക്ക് കള്ള് ഷാപ്പിൽ അടി ഉണ്ടാക്കും. അതൊക്കെ ഉണ്ട്, പോകില്ല. വലിയ മീശയൊക്കെ ആയിട്ട് വലിയ പള്ളയൊക്കെ ആയിട്ട് അങ്ങനെ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും വളരെ ഉയരത്തിലാണ്. കാരണം അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം പള്ളി, അവിടുത്തെ മദ്രസ, അവിടുത്തെ സ്കൂള്, അവിടുത്തെ ജന്മിമാർ, അവിടുത്തെ മുതലാളിമാർ, അവിടുത്തെ ചില പോക്കിരിമാർ, ഇവരൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. എന്തും ചോദ്യം ചെയ്യാൻ സാധിക്കും. ചോദ്യം ചെയ്യാത്ത ഒന്നും വാസ്തവത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ശിവദാസൻ മാഷ. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഒരു പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പ് സാറിനും ഞാൻ എൻ്റെ ഒരു പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ കുറച്ച് തിരുവിതാംകൂറിലെ കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അവിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസമുണ്ട് എന്നുള്ളതല്ല പ്രധാനം എന്താ വെച്ചാൽ, ഞങ്ങളിൽ നിന്ന് വ്യത്യാസമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാഷാപ്രയോഗങ്ങളുള്ള ആളുകളുണ്ട്. അതുപോലെ പുതിയ ആശയങ്ങൾ, പുതിയ രീതികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. കുടിയേറുന്നത് ചില വ്യക്തികളോ കുടുംബങ്ങളോ അല്ല, പുതിയ ആശയങ്ങളാണ്. അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് കൗമുദി ആഴ്ചപ്പതിപ്പാണ്. അപ്പോൾ കെ ബാലകൃഷ്ണനെ പോലെ വളരെയധികം വിപ്ലവകാരിയായ ഒരാളുടെ ആശയം, ഭാഷ, ലോകവീക്ഷണം, അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ രീതി ഒക്കെ വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ വ്യക്തിയുടെ കാര്യം വരികയാണെങ്കിൽ, എന്നെ രൂപാന്തരപ്പെടുത്തുന്നതിൽ, എൻ്റെ ആലോചനകളെയും വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും രൂപീകരിക്കുന്നതിൽ ഈ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ കുടിയേറ്റക്കാരെ പറ്റി ഞാൻ പറഞ്ഞത്, തെക്കുന്ന വന്ന ആളെ പറ്റി എന്താ കാരണം വെച്ചാൽ, തെക്കുന്ന ആളുകൾ വന്നാൽ മാത്രമേ ഇവിടെ യോഗ്യതയുള്ള 10ാം തരം പാസ്സായി ട്രെയിനിങ് കഴിച്ച ആളുകൾ ഇവിടെ ഇല്ല. അപ്പോൾ ആ ആളുകളാണ് പുറത്തുനിന്ന് വരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ അധ്യാപകർ, ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ AK അബ്ദുറഹ്മാൻ കുട്ടി മാഷ് എന്ന് പറയും. അദ്ദേഹം നന്നായിട്ട് പാടും, നന്നായിട്ട് കണക്ക് പഠിപ്പിക്കും, നന്നായിട്ട് ശിക്ഷിക്കും. ക്ലാസ്സിൽ വന്നാൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്, ഇന്ന് പല്ല് തേച്ചവരാരൊക്കെയാണ്, നാവ് പഠിച്ചത് ആരൊക്കെയാണ്. അപ്പോൾ കിണറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പല്ല് തേക്കാനും നാവ് പഠിക്കാനും അതുവരെ ചെയ്യുന്ന ഒരാളാണ്. കളവ് കാണിക്കാമെന്നാണ് പറയാം. സ്കൂളിൽ വരാതെ ആൾ വീട്ടിൽ പോയി പിടിച്ചുകൊണ്ടുവരും, ചിലപ്പോൾ അടിക്കും. പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹം വലിയ മതവിശ്വാസിയാണ്, മതപ്രസംഗം നടത്തുന്ന ആളാണ്. ഈ ആൾ തന്നെ അദ്ദേഹം നാടകം നടത്താൻ ഞങ്ങളെ പഠിപ്പിക്കും, പാട്ടുപാടാൻ പഠിപ്പിക്കും, ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കും. അങ്ങനെ കലകളിലും മതവിശ്വാസം, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ദേശീയതയിലൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ കുട്ടി മാഷ്. അങ്ങനെ നിരവധി അധ്യാപകർ. ഇപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ഹെഡ് മിസ്ട്രസ്, ഞങ്ങൾ പഠിക്കുമ്പോൾ കുഞ്ഞുപാത്തുമ്മ എന്നൊരു ടീച്ചറാണ്.
അന്നിപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഒരു UP സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുക എന്നുള്ളത് അത്ര സാധാരണമല്ല അന്ന്. ഞാനീ പറയുന്നത് ഇപ്പം ഞാൻ 7ാം ക്ലാസ് പാസ്സാകുന്നത് 62-ലാണ്. അപ്പോൾ എൻ്റെ ഗ്രാമത്തിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. അവിടുത്തെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിലെ ഏറ്റവും ദരിദ്രമായ ശാഖയിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ബാപ്പയുടെ പേര് NC മുഹമ്മദ് ഹാജി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് NC കോയക്കുട്ടി ഹാജി. അദ്ദേഹം വലിയ പ്രഭുവാണ്, വലിയ അക്ഷരാർത്ഥത്തിൽ കോടീശ്വരനാണ്. ഒരുപാട് ഭൂമിയുണ്ട്, പിന്നെ പലതരത്തിലുള്ള വ്യാപാരമുണ്ട്. അദ്ദേഹം ലണ്ടനിലേക്ക് വീട്ടി കയറ്റി അയക്കുന്ന ഏർപ്പാട് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം 1950 ഞാൻ ജനിക്കുന്നതിന് കൊല്ലം മുമ്പ് അദ്ദേഹം കർണാടക സംസ്ഥാനത്ത് നമ്മുടെ കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് അദ്ദേഹം വാങ്ങിയതായിട്ട് ഞങ്ങൾ കേട്ടത് 7000 ഏക്കറാണ്. ആ തരത്തിലുള്ളൊരു വലിയ പ്രഭുവാണ് അദ്ദേഹമാണ് അവിടെ 1928 അദ്ദേഹം അവിടെ സ്കൂൾ സ്ഥാപിക്കും. പിന്നെ അനവധി കൊല്ലം കഴിഞ്ഞിട്ട് 52-ലാണ് അദ്ദേഹം മദ്രസ മതപാഠശാല ഉണ്ടാക്കുന്നത്. അതും കഴിഞ്ഞ് 5-6 കൊല്ലം കഴിഞ്ഞ് അവിടെ പള്ളി ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അതായത് ആധുനിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസമാണ് പ്രധാനം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഗ്രാമം പുതുമയിലേക്ക് കണ്ണു തുറക്കുന്നത്. 2 വഴിക്കാണ് ആ നാട്ടിലേക്ക് ആധുനികത്വം വരുന്നത്. ഒന്ന്, പുറമേ നിന്ന് വരുന്ന കുടിയേറ്റക്കാരായ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും ജീവിതത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രാപ്തിയും ഉള്ള അധ്യാപകർ. വേറൊന്ന് കോയക്കുട്ടി ഹാജി. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പല ഏർപ്പാടുണ്ട്. അദ്ദേഹം റബ്ബർ വെച്ചു. അപ്പോൾ റബ്ബർ വെച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകളുടെയൊക്കെ വിചാരം ഈ കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനിക്ക് മാത്രമേ റബ്ബർ വെക്കാൻ അറിയുള്ളൂ. അപ്പോൾ ആളുകൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ആചാര്യക്ക് ഭ്രാന്തായി പോയിട്ടോ, എന്താ റബ്ബർ വെക്കുക, നമുക്ക് റബ്ബർ വെക്കാൻ അറിയോ, നമുക്ക് റബ്ബർ വെക്കാൻ സാധിക്കുമോ, അതൊക്കെ ക്രിസ്ത്യാനിയൊക്കെയല്ലേ, അതൊക്കെ തിരുവിതാംകൂറുകാർക്കല്ലേ എന്നാണ് ചോദിക്കുക. അദ്ദേഹം റബ്ബർ വെച്ചു. റബ്ബർ വെച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് 1960 വലിയ റബ്ബർ തോട്ടമാണ്. അവിടെ മരുന്ന് തളിക്കാൻ വേണ്ടി അദ്ദേഹം ഹെലികോപ്റ്റർ വരുത്തും. അത് ചോക്കൂ, ഇത്രയും കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഒരു ഉൾനാട്ടിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് മരുന്ന് തളിക്കുകയാണ്. അപ്പോൾ ഹെലികോപ്റ്റർ വരുമ്പോൾ അനേകം 1000 ആളുകൾ സമയപ്രദേശത്ത് മുഴുവൻ വരികയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക്. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഹെലികോപ്റ്റർ വരുന്നതാണ്. അതൊരു സൂചകമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ബസ്സില്ല, അതിൽ ലോറിക്ക് പോകാവുന്ന റോഡില്ല. അവിടെ റോഡിലൂടെ പോകുന്നത് കാളവണ്ടികൾ മാത്രമാണ്. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള അരിയും സാധനങ്ങളും, പഞ്ചസാര, മുളക്, മഞ്ഞൾ, കടുക്, ഇതെല്ലാം വരുന്നത് തോണിയിലാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരമാർഗവും പിന്നെ അതുപോലെ കടത്തിനുള്ള, അതായത് സാധനങ്ങൾ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള രീതിയൊക്കെ തോണിയിലാണ്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ചാലിയാറ് കടന്നിട്ട് ഞങ്ങളുടെ പുഴയുടെ പേര് ഇരുവഞ്ഞിപ്പുഴ എന്നാണ്. ഇരുവഞ്ഞി, അത് SK പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്നുള്ള പ്രസിദ്ധമായ നോവലിൽ ഒരു കഥാപാത്രമാണ് ഇരുവഞ്ഞിപ്പുഴ. അങ്ങനെയാണ് ആ പുഴയുടെ പേര് വളരെ പ്രസിദ്ധമായി തീർന്നത്. ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് ചെറുവാടി എന്ന പ്രദേശത്തെത്തുമ്പോൾ ചാലിയാറിൽ ലയിക്കും. പിന്നെ ചാലിയാറിനൊരു പോഷക നദിയാണ് ഞങ്ങളുടെ ഇരുവഞ്ഞിപ്പുഴ. ഞങ്ങളുടെ നാട്ടിൽ ചെറുപുഴ എന്ന് തന്നെ പറയും, ചാലിയാറിന് വലിയുഴ എന്ന് പറയും. അപ്പോൾ ചാലിയാറിലൂടെ ഫറോക്കിന്ന് ഇങ്ങനെ വന്നിട്ട് തോണിയിലാണ് അന്ന് അരിയും സാധനങ്ങളൊക്കെ വരിക. പിന്നെ അരിയും സാധനവും വരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കാളവണ്ടി അല്ലെ പോത്തുംവണ്ടി. അപ്പോൾ ഞങ്ങളുടെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാളവണ്ടിയും പോത്തുംവണ്ടിയൊക്കെ പോയിട്ട് 2 ഭാഗം ഇങ്ങനെ ഈ ഇരുമ്പിൻ്റെ പട്ടല്ല ചക്രം ആയിട്ട് അതിങ്ങനെ ചാല് കീറിക്കിടക്കും. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ ഈ മഴക്കാലത്ത് അതിലൂടെ തണ്ടയിട്ട കാലുമായിട്ട് വെള്ളം തെറിപ്പിച്ച് ഓടിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ഥലത്താണ് ഹെലികോപ്റ്റർ വരുന്നത്. അപ്പോൾ നേരെ പറഞ്ഞാൽ ഫ്യൂഡൽ ഘടന, ജന്മിക്കുടിയാൻ വ്യവസ്ഥ അവസാനിച്ചിട്ട് മുതലാളിത്തത്തിലേക്ക് ആ ഗ്രാമം മാറുന്നതിൻ്റെ ചിത്രമായിട്ടാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ റബ്ബർ എസ്റ്റേറ്റ് മനസ്സിലാവുന്നത്. റബ്ബർ എസ്റ്റേറ്റ് വരുമ്പോൾ അവിടെ ജന്മിയും കുടിയാനും അല്ലാതെ മുതലാളിയും തൊഴിലാളിയും എന്ന് വേറെ ഒരു ബന്ധം രൂപാന്തരപ്പെടുക. അതിനുമുമ്പ് എന്താ ഉള്ളത്? അതിനുമുമ്പ് നമ്പൂരിശൻ്റെ ആണ് ജന്മം. നമ്മൾ നമ്പൂരിശന് പാട്ടം കൊടുക്കും. നമ്മളൊക്കെ കുടിയാന്മാരാണ്, അവർ ജന്മിമാരാണ്, അവർ ജോലി ചെയ്യുന്നില്ല. കുടിയാന്മാരുടെ താഴെ കർഷക തൊഴിലാളികളുണ്ട്. കർഷക തൊഴിലാളി എന്ന് പറഞ്ഞാൽ അധികം ചെറുമക്കളാണ്.
കുടിയാന്മാരെന്ന് അധികവും ഞങ്ങളുടെ ഗ്രാമത്തിൽ മാപ്പിളമാരാണ്. പിന്നെ ഇവരുണ്ട്. ഇത് മുഴുവൻ മാറിയിട്ട് മുതലാളി തൊഴിലാളി എന്നൊരു ബന്ധം, വളരെ പുതിയ സാധനങ്ങൾ, പുതിയ ആശയങ്ങൾ വരിക. ഈ തൊഴിലാളികൾ എന്ന് പറയുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിൽ സ്ത്രീകൾക്ക് അവിടെ ജോലി കിട്ടി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പണം എന്നൊരു സാധനം വലിയ സമ്പന്ന ഗ്രഹങ്ങളിലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് എല്ലാത്തിനും കൂലി എന്ന് പറയുന്നത് പണമല്ല, ഏതെങ്കിലും സാധനമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തേങ്ങ വലിച്ചു, അപ്പോൾ എന്താണ്? തേങ്ങയാണ് കൂലി. അടക്ക പറിച്ചു, അടക്കയാണ് കൂലി. നെല്ല് കൊയ്ത് മതിച്ചു, നെല്ലാണ് കൂലി. അരി കുത്തി, അരിയാണ് കൂലി. അപ്പോൾ പണം എന്നൊരു സാധനം സമ്പന്ന ഗ്രഹങ്ങളിൽ പോലും വളരെ കുറവാണ്. കാരണം അന്നൊരു ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു വാക്ക് ഞാൻ പറയാം. പദം എന്നൊരു വാക്കുണ്ട്. പദം എന്ന് പറഞ്ഞാൽ 10 പറ നെല്ല് നിങ്ങൾ മെതിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 പറ നിങ്ങൾക്കാണ് കൂലിയാണ്. പദം എന്ന് പറഞ്ഞാൽ 10-1. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 8-1 വർദ്ധിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് കൂലി കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ പറമ്പിലോ പാടത്തോ പണിയെടുത്തു, ആണുങ്ങൾക്ക് 1 ഉറുപ്പിക കൂലി. എൻ്റെ കുട്ടിക്കാലത്ത് 60കളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അന്ന് ഇതേ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് 8 അണ എന്ന് പറഞ്ഞാൽ 1/2 ഉറുപ്പിക, 50 പൈസ ആണ് കൂലി. ഈ സ്ഥാനത്താണ് അവിടെ റബ്ബർ എസ്റ്റേറ്റ് വരുന്നത്. റബ്ബർ എസ്റ്റേറ്റ് വരുമ്പോൾ എസ്റ്റേറ്റിൽ ഒരു പുരുഷന് കൂലി 10 രൂപയാണ്, 10 ഇരട്ടിയാണ്. ആദ്യം രാവിലെ ടാപ്പിങ്ങിന് ഇറങ്ങണം, അല്ലെങ്കിൽ കച്ചറ തീർക്കാൻ പോകണം, വേറെ പണിയുണ്ട്. അപ്പോൾ പറമ്പിലോ പാടത്തോ പണിയെടുക്കാൻ വരുന്ന ഒരാൾ അന്ന് വരുന്ന 7 മണിക്കോ 8 മണിക്കോ ആണ്. അയാൾ 2 മണിക്കോ 3 മണിക്കോ പണി മതിയാക്കും. മറ്റേതങ്ങനെയല്ല. മറ്റേത് ധാരാളം പണിയുണ്ട്, ധാരാളം കൂലിയുണ്ട്. മാത്രമല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ കൂലിയാണ്. അത് ചെറിയ കാര്യമല്ല. എന്താ കാരണം വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ആ കാലത്ത് പെണ്ണുങ്ങൾക്കൊന്നും ഒരു വരുമാനമില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ അക്കാലത്ത് കൊണ്ട് ഇക്കാലത്ത് പോലും വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളെ പറ്റി എന്താ പറയുക? ഒരു പണിയില്ല എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ടു, ഭർത്താവിനെ പരിചയപ്പെട്ടു. അപ്പോൾ എന്താണ്? അതേ മാഷാണ്, അല്ലെങ്കിൽ തുന്നക്കാരനാണ്, അല്ലെങ്കിൽ ഡ്രൈവറാണ്. ഭാര്യയോട് ചോദിച്ചു, എന്താണ്? പണിയൊന്നുമില്ല എന്നാണ് പറയുക. പണിയൊന്നുമില്ല എന്ന് പറയാൻ എന്താ അർത്ഥം? വീട്ടിൽ ഈ ഭർത്താവ് എടുക്കുന്നതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ചിലപ്പോൾ 10 ഇരട്ടിയോ പണിയെടുക്കുന്ന ഒരാളാണ് പണിയൊന്നുമില്ല എന്ന് സ്വയം പറയുന്നത്. നമ്മളും അങ്ങനെ പണിയില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് ഒരു പണിയില്ല. മാത്രമല്ല എനിക്ക് കുട്ടിക്കാലത്ത് വലിയ വിഷമമായിരുന്നു. എന്താ കാരണം വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ പണിയെടുത്തിട്ട് ആണുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയാണ് പെണ്ണുങ്ങൾക്ക് കൂലി കൊടുക്കുക. പിന്നെ അന്ന് ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി കൊടുക്കും. അതൊരു വലിയ കാര്യം ആളുകൾക്ക്. കാരണം പണിയെടുത്തിട്ട് ഒന്നും കിട്ടിയില്ല. കാരണം അന്ന് ഭയങ്കരമായ ക്ഷാമമാണ്. ഇന്നിപ്പോൾ കേട്ടാൽ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവതലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ക്ഷാമമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത്.